ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ളൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഐറക്കുട്ടി രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ഐറക്കുട്ടിക്കുള്ള ഫുഡ് അമൃതം പൊടി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഐറക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഐറക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഐറക്കുട്ടിനോട് ഇരുത്തിയിട്ടുണ്ട്. ഐറക്കുട്ടി അവിടെ ഇരുന്ന് നല്ല കളിയിലാണ്. അപ്പോൾ അമ്മ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള കറിവേപ്പില എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോണ പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. കറിവേപ്പില നമ്മളെ താഴത്തെ തൊടിയിലാണുള്ളത്. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. ക്ലാരിറ്റി കുറവും സൗണ്ട് കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാ കറിവേപ്പില എടുക്കണം കേട്ടോ. തൽക്കാലത്തേക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇനി വേണമെങ്കിൽ താഴെ വന്നെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കാൻ വേണ്ടി പോന്നപ്പോൾ ഐസ് ഓന് അറിയാം ഞാൻ ഇങ്ങോട്ടാണ് പോന്നിട്ടുള്ളത്. ഇന്നെ കാണാനായിട്ട് വരിക കേട്ടോ. ഐസ് ഇപ്പാൻ്റെ കൂടെ പോയി ബിസ്ക്കറ്റൊക്കെ വാങ്ങി അത് പൊട്ടിക്കണ തിരക്കിലാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പം എൻ്റെ പിന്നാലെ ഇവനും വന്നതാണ്. അയർ പിന്നെ അവിടെ ഇരുന്ന് കളിക്കണുണ്ട്. ഐസിക്കിന്ന് സ്കൂളിൽ ആർട്സായിട്ട് ഇന്ന് അവന് ക്ലാസ്സില്ല. ഇതൊക്കെ ഞാൻ ഹായ് പറയാൻ പറഞ്ഞതാണ്. ചെറിയൊരു ചമ്മലുണ്ട്. അപ്പോൾ ഇതാ മീൻ കറിക്കുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മീൻ സൂത മീനാണ്. സൂത അതിതവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മീൻ കറിക്ക് ഇടാനുള്ള കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. മീൻ കറി അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് വേവുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കണത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ പുകൻ്റെ ഇതുകൊണ്ടേ വീഡിയോ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ ഇതാ കടുക് ഇടുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. അപ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലപ്പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ അരപ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ലേ, കുടംപുളി, ആ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കുക. ഈ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇത് വലിയൊരു ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ അത് അമ്മ മീനിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ഇങ്ങനെ വേവട്ടെ. നമുക്ക് ഐറി എന്തെടുക്കണമെന്ന് പോയി നോക്കിയിട്ട് വരാം. ഐസി പുറത്ത് മുറ്റത്ത് കളിക്കണം കേട്ടോ. അപ്പോൾ മുറ്റത്ത് പത്രം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവനെ വിളിച്ചതാണ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി നല്ല കളിയാണ്. ഫിഷ് ഉള്ളത് എവിടെ? ആ വീടിന്റെ ഉള്ളിലല്ലേ? വീടിന്റെ ഉള്ളിലായാൽ നമുക്ക് എടുക്കാൻ പറ്റൂലേ. അപ്പൊ ആ ചെടിയും കൊണ്ടപോലെ നിക്കാൻ ഹായ് പറഞ്ഞ. ഇതിലൊരു 4-5 മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പം 2 ഉള്ളൂ. ബാക്കിയൊക്കെ ചത്തു. അങ്ങനെ ഐസിയും
പുറത്തോട്ട് തന്നെ പോയി കളിക്കാൻ പോയി. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഐറിക്കുട്ടി നല്ല കളിയിലാണ്. മുണ്ടി ഐറേ ഗൈസ് ഐസിൻ പുറത്ത് മണ്ണിൽ ചളിയിൽ കളിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താ പരിപാടി? മതിട്ടോ, വെള്ളത്തിലുള്ള കളി വേണ്ട. പോന്നാ പോന്നാ, വാ 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 വാടാ. ഐറി ഐസിനെ വിളിച്ച, ഐസിയേ വിളിച്ചോക്ക്. ഉണ്ടാക്കും പണി. ഐറി ഐസിന്റെ ബുക്കൊക്കെ എടുത്തിട്ട് കുറച്ചിങ്ങോട്ട് നീങ്ങിയിരിക്കാം ഐസിയെ. ഐസി എപ്പോൾ വന്നിട്ട് എഴുതാനോ പഠിക്കാനോ ഒക്കെ ഇരുന്നാൽ അപ്പം ഉണ്ടാവും ഐറി പിന്നാലെ ഉണ്ടാവും. എന്നിട്ട് ഇവൻ്റെ ബുക്കൊക്കെ വലിച്ചിടുക, ബുക്കൊക്കെ എടുത്ത് ഇവളും ഇങ്ങനെ വായിക്കണ പോലെയൊക്കെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ബുക്കിൽ ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഐസി കളറ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കളറ് കൊടുക്കാനുള്ള ഇതിലാണ്. എപ്പോഴും ഒന്നില്ലെങ്കിൽ കളർ കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബുക്കിൽ എഴുതുക, അതൊക്കെയാണ് ഐസിൻ്റെ പരിപാടി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എന്തായാലും വരും ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.